വന്ന് മാപ്പ് പറയുന്ന വെച്ചിട്ടാണ് കോപ്പ് പറയും. ഒന്ന് പോടും. ഞാനിപ്പോൾ വെറുതെ യൂട്യൂബിലൂടെ പോയപ്പോൾ സിബിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് നിൽക്കുന്ന ഏത് കൊലകൊമ്പനാണെങ്കിലും എനിക്കിട്ട് പണിത് കഴിഞ്ഞാൽ അയാളുടെ പേര് ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അതെൻ്റെ എടുത്തിയാട്ടമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, അതല്ലെങ്കിൽ വാട്ടെവർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. കാരണം സിബിന് ഇതിനകത്ത് നന്മ മരത്തിൻ്റെ കിരീടം ചൂടി അതിൻ്റെ മേലെ മറ്റേ ചെമ്പരത്തിപ്പൂവും വെച്ചിട്ട് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഉള്ള ചെടി വളരാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ ഇല്ല എന്നുള്ളത് നോക്കുക. ഇവിടെ അത് ഇത് കേക്കേ ഇല്ല, ഐ വിൽ നോട്ട് ടേക്ക് സൈക്യാട്രിക് ഡ്രഗ്സ്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. പുള്ളിനെ നിർബന്ധിച്ചു. ഇൻഫാക്ട് എന്നെ വെളിയിൽ ഇറക്കിയ സമയത്തും ഞാൻ പറയുന്ന ആദ്യം പുറത്തു കൊണ്ടുപോയ സമയത്ത്, അതായത് കൺഫെഷൻ റൂമിൽ വെച്ച് മെഡിസിൻ എടുക്കാനായിട്ട് പുള്ളി എന്നെ നിർബന്ധിച്ചു. ഏതാണ് ആ പുള്ളി? ആ പുള്ളിയുടെ പേരെന്താണ്? മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ പുള്ളിയുടെ പേരെന്താണ്? സൈക്കാട്രിസ്റ്റ് മെഡിസിൻ കഴിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സെറ്റപ്പ് മെഡിസിൻ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവരുടെ കയ്യിൽ നിൽക്കാത്തപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏതാണ് സിബിനെ ഈ പുള്ളി? ആദ്യത്തെ ചോദ്യം. കാരണം അഖിൽമാരാർ സ്ത്രീകളുടെ പേര് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വ്യക്തികളുടെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ചം ആരാണെന്ന് ചോദിച്ചു നടന്നിരുന്നു. അതേപോലെ സിബിനോട് ആരാണ് ആ വ്യക്തി? എന്നോട് പറഞ്ഞു മരുന്ന് കഴിക്കൂ. ഞാൻ പറഞ്ഞു കഴിക്കില്ല, ഞാൻ കഴിക്കില്ല. അവസാനം അവരെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ കഴിക്കാം. പക്ഷെ എന്തോ അവരെനിക്ക് ആ മരുന്ന് തന്നില്ല ആ സമയത്ത്. പിന്നെ അടുത്ത ദിവസം തൊട്ടാണ് മരുന്ന് തന്നു തുടങ്ങിയത്. എത്ര ദിവസം കഴിച്ചു? ഞാൻ ഒരു ദിവസമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇവരുടെ ചിന്തയിൽ ഞാൻ കഴിക്കുന്നുണ്ടെന്ന് എന്റെ കൂടെയുള്ള ആള്. ആരാണ് സിബിനെ? ഇവരാരാന്നാണ് എനിക്ക് മനസ്സിലാത്തത്. വേറൊരു വണ്ടറിയും കേൾപ്പിച്ചു തരേ. എനിക്ക് അവർ തന്നില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പച്ച വെളിച്ചത്തിൽ. അല്ല, അവരൊരു ആൻസർ സിബി ഉദ്ദേശിച്ച ആൻസർ എന്നാൽ ഇതൊന്നും പറയൂല. എപ്പോഴും ഉണ്ട്. അവസാനം പുറത്തുവിടാൻ സിബിക്ക് ആവശ്യപ്പെടണം. ഞാൻ പുറത്തുവിടാൻ പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്താ അവര് പുറത്തുവിടേണ്ടേ? ഇപ്പോഴെന്താ എന്നെ ആൾക്കാർ പറയുന്നത് മാനസിക രോഗി. ഇനി അതിൽ പുറത്തുവിട്ട എന്നെ മാനസിക രോഗി *5 എന്ന് പറയൂ? ഇല്ലല്ലോ, മാനസിക രോഗി. ഇവരുടെ എന്താ ഉള്ള ഫുട്ടേജ്? ഞാൻ അവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ അവിടെ ഒന്നും തല്ലി തകർത്തിട്ടില്ല. ഇവര് പറയുന്നത് തല്ലി തകർക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. എല്ലായിടത്തും പറയുന്നത് തല്ലി തകർത്തു എന്ന് പറയുന്നു, പുറത്തിറങ്ങിയാൽ മെന്റൽ *5 എന്ന് പറയുന്നു. ഈ ഇത്രയും ലൈക്ക് ഇതിനകത്ത് സിബിൻ പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. ഭയങ്കര ക്രിഞ്ചാണ്. നമുക്ക് നമ്മുടെ ബ്രെയിൻ വർക്കാവില്ല, മനസ്സിലായില്ല. ഉറക്കത്തിലേക്ക് പോകും, ചിന്തകൾ കൺട്രോൾഡ് ആവുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉണ്ടായത്. ഉറക്കത്തിലോട്ട് പോയിട്ട് ചിന്തകൾ കൺട്രോൾ ആയ ഒരു വ്യക്തി ഭയങ്കര ടയേർഡായിരിക്കും സിബിന്, ടു ബി ഫ്രാങ്ക്. ഒരിക്കലും സിബിൻ വന്നിട്ട് എയർപോർട്ടിൽ സംസാരിച്ച മാതിരി ജിൽ ചാടി ഭയങ്കര ഓക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ആ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഏതാണോ സൈക്യാട്രിക് റിലേറ്റഡ് ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ചെറുതൊന്നുമല്ല. വേറൊരു സാധനം കേൾപ്പിച്ചേരെ. എന്നെ അവിടെ ഉപദ്രവിച്ചും എനിക്ക് എതിരെ പ്രവർത്തിക്കും കുറെ വ്യക്തികളാണ് അല്ലെ. അഖിൽമാരാർ പറഞ്ഞത് ഒരു വിഷയം നമ്മൾ വ്യക്തികളുടെ പേര് അഖിൽമാരാർ പറഞ്ഞിട്ടില്ല. അവിടെ അഖിൽമാരാർ ചോദ്യചിഹ്നത്തിലിരിക്കുകയാണ്. അവിടെ എല്ലാവരും ചോദിക്കുന്നു. അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമായി. ആരാണ് ആ വ്യക്തികൾ? ആരാണ് സ്ത്രീകൾ? ഏരകളുടെ പേര് പറയണം. നമ്മൾ പോലും എന്റെ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് വ്യക്തികളുടെ പേര്. ഇപ്പം സിബിയും പറയുന്നു, നമ്മൾ ഒരു ചർച്ച നടത്തി അത് ഒത്തുതീർപ്പാവുകയാണെങ്കിൽ ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല എന്ന് സിബി പറയുന്നു. കാരണം പറഞ്ഞുതരാം. അതായത് ഈ വ്യക്തികൾക്കും കുടുംബമുണ്ട്. സിബിക്ക് കുടുംബമില്ലേ? എന്നോട് ചെയ്ത ദ്രോഹത്തിന്റെ അതേ ഒരു ആഴത്തിൽ അല്ലെങ്കിൽ അതേ ഒരു ഡെപ്തിൽ ഞാൻ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഒന്ന് പോടോ, വെറുതെ ക്രിഞ്ച് അടിക്കാതെ പോടോ. താൻ നന്മനരം ഇത് മരം കളിക്കാൻ നിൽക്കല്ലേ ലിറ്ററലി. ഇത് എന്ത് കോത്തായത്തിലെ വർത്താനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം പ്രേക്ഷകരോട് ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ ആരെങ്കിലും ഒരുത്തം പുറത്തുനിന്ന് വന്ന് വെട്ടിക്കൊന്നു എന്ന് തന്നെ വയ്ക്കുക, അങ്ങനെ വരാതിരിക്കട്ടെ, കൊന്നു എന്ന് തന്നെ വയ്ക്കുക. ആ വെട്ടിക്കൊന്ന ആളെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുമ്പോൾ വിളക്ക് കത്തിച്ചിട്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമോ? എൻ്റെ സ്വഭാവത്തിന് അവനെയും വെട്ടും അവൻ്റെ കുടുംബക്കാരെയും വെട്ടും വരഞ്ഞ് ഞാൻ മൂലക്കിടും. ഒരിക്കലും ഇത് ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്കും അവനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഞാൻ വിചാരിക്കില്ല. സിബിൻ പറഞ്ഞ മാതിരി സിബിനെ പുറത്തൊരു മെൻ്റൽ പേഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്യിക്കപ്പെടുകയും പുറത്താക്കുകയും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്താക്കുകയും ലൈക്ക് മെഡിസിൻ തരാൻ നിർബന്ധിക്കുക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 24 മണിക്കൂറും ടോർച്ചർ ചെയ്യുന്നു, ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതമേ കോഞ്ഞാട്ടയാക്കിയ അവർക്കെതിരെ പ്രതികരിച്ചാൽ എന്നെ പറ്റി ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനുഷ്യ ഒന്ന് വെറുതെ മറ്റേ ഒരു ചേച്ചി പറയില്ല തൂറി എറിയെന്ന് പറഞ്ഞാൽ തുപ്പി എറിയെന്ന് പറഞ്ഞ മാതിരിയൊക്കെ ഞാൻ വെറുതെ എടുത്തങ്ങ് എറിയും. ഇതൊന്നും മനുഷ്യന്മാരാണെങ്കിൽ ക്രിഞ്ചിലി ലിറ്ററലി അത് റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായോ? ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പിന്നെ കോംപ്രമൈസ് ആവുകയാണെങ്കിൽ ആ വ്യക്തികളുടെ പേര് പറയില്ല. അതെന്ത് കോത്തത്തിൽ ഓർത്താനാണ്?
അപ്പൊ സിബിനോട് അവർ വന്ന് മാപ്പ് പറയുന്നതാണോ? ഈ ജമ്മത്തുണ്ടാവില്ല. കാരണം സിബിൻ പറഞ്ഞ മാതിരി ഇറ്റ്സ് എ ബിഗ് ഷോട്ട്, ഇറ്റ്സ് എ മണി ഡീലിംഗ് ബിസിനസ് ഒള്ളി. ബിഗ് ബോസ് ആൻഡ് എൻഡമോൾ ഷാൻ ആൻഡ് ചാനൽ അതെന്താന്ന് വെച്ചാൽ ദേ നോ ഹൗ ടു പ്ലേ. അത് ബിഗ് ഷോട്ട് ആണെന്നുണ്ടെങ്കിലും നമുക്കെതിരെ നേരും നെറിയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും സിബിൻ ഇത് സ്റ്റേഷനിൽ ഫയൽ ചെയ്യാതെ മറ്റു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ വന്ന് മാപ്പ് പറയുന്നത് വെച്ചിട്ടാണ് കോപ്പ് പറയും. പിന്നെ നന്മമരം നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം എനിക്ക് വെറും പുച്ഛമാണ് താങ്കളോട് തോന്നുന്നത്, മനസ്സിലായോ? ഇത്രയും സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ എല്ലാ കണ്ട ഇന്റർവ്യൂവിലും കയറി കിടന്ന് പറഞ്ഞിട്ട് അവർക്കും കുടുംബമുണ്ട് എനിക്കും കുടുംബമുണ്ട്, ഇതെന്താ മറ്റേ യേശുവിന്റെ പുനർജന്മമാണോ താങ്കള്? തിരിച്ചു ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ?